മണിയാറൻകുടിയിൽ ലൈഫ് മിഷൻ പദ്ധതി വഴി പാവങ്ങൾക്ക് വീട് പണിയാൻ അനുവദിച്ച പണവുമായി കരാറുകാരൻ മുങ്ങി. 15ഓളം ആദിവാസി കുടുംബങ്ങളെയാണ് പെരിങ്ങങ്കാല സ്വദേശി തങ്കച്ചൻ പറ്റിച്ച് കടന്നു കളഞ്ഞത്. വീട് പണി പൂർത്തിയായെന്ന് കാണിച്ച് പഞ്ചായത്ത് അനുവദിച്ച തുകയും ഇയാൾ കൈക്കലാക്കി. വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഉൾപ്പെട്ട മണിയാറൻകുടിയിലെ ആദിവാസികൾക്ക് 2021 ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുകൾ അനുവദിക്കുന്നത്. ഊരുമൂപ്പനായിരുന്ന തങ്കച്ചൻ എന്നയാൾ എല്ലാ വീടുകളും പണിയുന്നതിനുള്ള കരാർ ഏറ്റെടുത്തു. ആദ്യഘട്ട നിർമ്മാണ ജോലികൾ മാത്രം കൃത്യമായി പൂർത്തിയാക്കി. എന്നാൽ പഞ്ചായത്തിനെ വരെ കബളിപ്പിച്ച് വീട് പണിയാൻ അനുവദിച്ച മുഴുവൻ പണവും കൈക്കലാക്കി തങ്കച്ചൻ മുങ്ങി. തങ്കച്ചൻ പെരുങ്കാല അടുത്തുള്ളൊരു ആളാണ്. നേരത്തെ ഊരുമൂപ്പനായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഇതൊക്കെ വെച്ച് പുള്ളി 1-2 വീടുകളൊക്കെ എടുത്ത് പണിതായിരുന്നു. അപ്പം അതെല്ലാം കാരണം പുള്ളി ഇങ്ങനെ കൊടുത്തു. പുള്ളി ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു. ഉണ്ടായിരുന്ന വീട് പൊളിച്ചാണ് എല്ലാവരും പുതിയത് പണി തുടങ്ങിയത്. കരാറുകാരൻ നാടുവിട്ടതോടെ പലരും സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയും കടം വാങ്ങിയും മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തു. ചിലർ ചുമരുകൾ സിമന്റ് പൂശി. എന്നാൽ തറ കോൺക്രീറ്റ് ചെയ്യാനും അടുക്കളയും ശുചിമുറിയും പണിയാനും പണമില്ലാതെ വിഷമിക്കുകയാണ്. വീട് പണി തീർത്തു കൊടുക്കാന്ന് പറഞ്ഞ് പൈസ മേടിച്ചു. പക്ഷെ വീട് പണി തീർത്തു കൊടുത്തിട്ടില്ല. ഗിന്തൽ വാർക്ക് വരെ ഇവർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ വന്നിട്ടില്ല. ഇവിടെ ഇവര് വിളിച്ചാൽ പോലും ഇവൻ ഫോൺ എടുക്കണില്ല. മുൻപും പണം തട്ടിയെടുത്ത ശേഷം തങ്കച്ചൻ വീട് പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കൾ. 24 ഇടുക്കി. ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഈ തങ്കച്ചന്റെ ബയോഗ്രഫി നോക്കുമ്പോൾ നേരത്തെ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ അയാൾ? തങ്കച്ചൻ അടിമുടി തട്ടിപ്പുകാരൻ എന്നുള്ളതാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുമ്പും വീട് പണി പൂർത്തിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിയ ശേഷം ഇയാൾ കടന്നു കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ 15 ആദിവാസി കുടുംബങ്ങളെ കബളിപ്പിച്ച്, അതായത് ഒരു ഊരുമൂപ്പൻ കൂടിയായിരുന്നു തങ്കച്ചൻ, അതിന്റെ ഒരു പിൻബലം കൂടി വെച്ചുകൊണ്ട് ഈ 15 ആദിവാസി കുടുംബങ്ങളെ പറ്റിക്കുകയായിരുന്നു. ആ തങ്കച്ചനെ ആ 15 കുടുംബങ്ങൾ വിശ്വാസത്തിലെടുത്തു. ആദ്യഘട്ടത്തിലെ പണികളൊക്കെ വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്തു കൊടുത്തു. പക്ഷേ അതിനുശേഷം പഞ്ചായത്തിനെ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലൈഫ് മിഷന്റെ മുഴുവൻ തുകയും, അതായത് ആദിവാസി വിഭാഗങ്ങൾക്ക് 6 ലക്ഷം രൂപയാണ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിക്കുന്നത്, 6 ലക്ഷം രൂപയും തട്ടിയെടുത്ത ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു. ഇയാൾ ഈ നാട്ടിൽ പോലും ഇല്ല എന്നുള്ളതാണ്. പെരുങ്കാല സ്വദേശിയാണ്. ഇയാൾ ഈ നാട്ടിൽ പോലും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു രക്ഷയുമില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കാണാൻ കഴിയുന്നില്ല. പുള്ളി ഏതോ നാട്ടിലേക്ക് പോയി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നു. മാത്രമല്ല ഈ വീട് പണിയാൻ വേണ്ടി ഈ പണം ലൈഫ് മിഷനിൽ തട്ടിയെടുത്തത് കൂടാതെ ഈ വീട് പണിയാൻ വേണ്ടി ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ, കമ്പി, സിമന്റ്, കട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിരുന്നു. ആ കടയിലും ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് അവരും പറയുന്നത്. എന്തായാലും ഈ തങ്കച്ചനെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതാണ്. തങ്കച്ചനെ കണ്ടെത്തേണ്ടതാണ്. മാത്രമല്ല ഈ പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കൊടുക്കണം. അവർ കൂലിപ്പണിക്കും കൂലിവേല ചെയ്തും ഒക്കെ ഉണ്ടാക്കുന്ന തുച്ഛമായ തുക കൂട്ടിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ മഴ നനയാതെയെങ്കിലും ഒരു കൂരയ്ക്കുള്ളിൽ കയറി കിടക്കുന്നത്. പലരും വലിയ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. നമ്മൾ നേരിട്ട് തന്നെ കണ്ടിട്ടുള്ളതാണ്. അടിയന്തര ഇടപെടൽ പഞ്ചായത്തിന്റെയും SC/ST വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെയും ഒരു അഭ്യർത്ഥന. SK.